അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്, വെജ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ജീരകശാല റൈസാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ബസ്മതി റൈസും എടുക്കാം കേട്ടോ. അത് ആദ്യം നല്ല കഴുകി നല്ല വൃത്തിയാക്കിയ റൈസ് എടുത്തിട്ട് നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് വേവിക്കുക. വേവുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഈ റൈസ് ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് നല്ലെണ്ണ ഒഴിക്കും. നല്ലെണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പൂ കറുകപ്പട്ട എടുക്കാം. എന്നിട്ട് റൈസ് നമ്മൾ അതിനകത്തേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഒരു 2 കപ്പ് വെള്ളം, 1 കപ്പ് അരിക്കാണെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് വെന്താൽ മതി അത്. അപ്പൊ നമുക്ക് ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എടുക്കാം നോക്കാല്ലേ. ആദ്യം തന്നെ നമ്മള് ബീൻസ്, ക്യാരറ്റ്, സവാള ഇത് മൂന്നും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം എടുത്ത് നമ്മള് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ 1 കപ്പ് അരിയാണ് എടുത്തുള്ളൂ. അപ്പൊ ആ ഒരു മെഷർമെന്റ് ആട്ടോ ഞാൻ പറയുന്നത്. പിന്നെ നമ്മള് വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അത് 1 പിടി. പിന്നെ ആവശ്യത്തിന് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കിസ്മിസും അണ്ടിപ്പരിപ്പും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്ര എടുത്തു വെച്ചു. പിന്നെ സോയ സോസ് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനുള്ള സോയ സോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ മതി. നമ്മൾ 3 എഗ് എടുത്തിട്ട് നന്നായിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ലേശം ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അല്ലേ. എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുന്ന അതേ പാനിൽ തന്നെയാണ് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നല്ലെണ്ണയിൽ നന്നായിട്ട് വഴറ്റി ഫ്രൈ ആക്കി എടുക്കും. ഇപ്പോഴത്തേ നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസ് നമ്മൾ അത് വേവിച്ച് വെച്ചേക്കണത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമ്മളിനി നല്ലെണ്ണ ഒഴിച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഞാനിതിലേക്ക് വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സോയ സോസ് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചിരുന്നത്. അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുവാണ്. ആ സെയിം പാനിൽ തന്നെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ആഡ് ചെയ്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. റൈസ് നന്നായിട്ട് ഫ്രൈ ആവണം കേട്ടോ. ഇതിന് നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടൊരു 15 മിനിറ്റ്സ് നന്നായിട്ട് ഫ്രൈ ആക്കുക. ഫ്രൈഡ് റൈസിന് നന്നായിട്ട് റൈസ് ഫ്രൈ ആവണം. ഈ ടൈമിൽ നമ്മൾ ഉപ്പോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആവശ്യത്തിന് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രം അതിനകത്തേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഫ്രൈഡ് റൈസ് ഏകദേശം റെഡിയാവും. അപ്പോൾ നമ്മൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത എഗ്ഗും പിന്നെ അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ സെലറി ഇല്ല, അപ്പോൾ അതിന് പകരമായിട്ട് ഞാൻ മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്തതുകൊണ്ട് അത് 2ഉം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഫുഡ് ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ ഇതുപോലെ തന്നെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈസി ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ.